വാർത്ത തിരുവനന്തപുരം RCCയിൽ ലിഫ്റ്റുകൾ തകരാറിലായതിനെ തുടർന്ന് ദുരിതത്തിലായി രോഗികൾ. ഓപ്പറേഷൻ തിയേറ്റർ, ഫാർമസി എന്നിവിടങ്ങളിലെ ലിഫ്റ്റുകളാണ് തകരാറിലായത്. 4 മാസമായി ലിഫ്റ്റുകൾ ഭാഗികമായാണ് പ്രവർത്തിച്ചിരുന്നത്. ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് എന്നാണ് RCC അധികൃതർ വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി അരുൺ സോളമനുണ്ട്. അരുൺ സോളമൻ, ഗുഡ് ഈവനിംഗ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് തോന്നുന്നു അല്ലേ രോഗികൾക്കും മറ്റും? അരുൺ, ഗുഡ് ഈവനിങ്. വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. കാരണം 1-2 ദിവസത്തെ പ്രശ്നമല്ല, 4 മാസമായിട്ട് RCCയിൽ ഈ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട 2 ലിഫ്റ്റുകളാണ് ഇപ്പോൾ തകരാറിലായിരിക്കുന്നത്. അതിലൊന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ഒരു ലിഫ്റ്റാണ്, മറ്റൊന്ന് ഫാർമസിയിലേക്ക് പോകുന്ന ലിഫ്റ്റ്. ഇങ്ങനെ രോഗികളെ സംബന്ധിച്ചും കൂട്ടിരിപ്പുകാരെ സംബന്ധിച്ചും ഒരുപോലെ ദുരിതത്തിലായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നോ നാളെയോ ശരിയാകുമെന്ന് കരുതി പലരും മിണ്ടാതിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 4 മാസം പിന്നിടുമ്പോഴും അതിനൊരു മാറ്റമുണ്ടായിട്ടില്ല. ഇപ്പോൾ അധികൃതർ അതിനെ കേവലം നിസ്സാരവൽക്കരിച്ചാണ് കാണുന്നത്. ഭാഗികമായിട്ടാണ് ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും ഇത് പ്രധാനപ്പെട്ട 2 ലിഫ്റ്റുകളാണ്. കൂടെ വന്നിട്ടുള്ള രോഗികൾ, പ്രത്യേകിച്ചും RCC പോലുള്ള ഒരു സ്ഥലത്ത് 3-4 ബ്ലോക്കുകളിലൊക്കെ കയറി ചെല്ലുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ കൂട്ടിരിപ്പുകാരും ഇപ്പോൾ വലയുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും SCTയിലും ഒക്കെ ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ RCCയിൽ ഉണ്ടായിരിക്കുന്നത്. അരുൺ, ഓക്കെ, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.